പഴയ നിയമ പുസ്തകമായ രൂത്തിന്റെ പുസ്തകം, പഴയ ഏർപ്പാട്ടിൻ പുസ്തകത്തിനുடைய രൂത്തിൻ പുസ്തകം, അതിന്റെ 4-ാം അധ്യായം, അതിനുடைய 4-ാவது அதிகாரம், 17-ാമത്തെ വാക്യം, 17-ാவது വചനം പ്രിയ കുഞ്ഞു വായിക്കുന്നതായിരിക്കും. അയൽ വീട്ടുകാരികൾ നഹോമിക്ക് ഒരു ആൺപിള്ളை പിറന്നത് എന്ന് വാഴ്ത്തി നവോമിക്ക് ഒരു ആൺപിള്ളയെ കയ്യിൽ കൊടുത്തു. അടുത്തത് അതற்கு ഓബേദ് എന്ന് പേരിട്ടാர்கள். അവന് ഒബേദ് എന്ന് പേരിട്ടു. അവൻ ദാവീദിൻ തകപ്പനാകിയ അവൻ ദാവീദിന്റെ പിതാവായ ഈസായിൻ തകപ്പൻ. മതി, ഇസായി. ഒബേദ്, ഇസായി, ദാവീദ്. ഒരു കുടുംബത്തിൽ ജയകരമായ അനുഗ്രഹം എവിടെ വരുന്നു, എങ്ങനെ വരുന്നെന്നുള്ളത് ഇന്ന് പകൽ ചിന്തിക്കും. ആമേൻ. ഒരു കുടുംബത്തില് ജയകരமான அல்லது வெற்றிகரமான ஆசீர்வாதம் எப்படி கடந்து வருகிறது என்கிறதான காரியத்தை சிந்திக்கிறோம். അതുകൊണ്ട് ஆகவே മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. மனுஷன் தனிமையா இருப்பது நல்லதல்ல. അവനൊരു തക്ക തുണയെ കൊടുക്കണം. அவனுக்கு ஏற்ற துணையை கொடுக்க வேண்டும். അതിനു വേണ്ടി அதற்காக ജീവനുള്ള ആദമിന്റെ இந்த ஜீவனோடு இருக்கிற ஆதாமனுடைய ശരീരത്തിൽ നിന്ന് இருந்து ഒരു വാരിയൽ ഊരി ஒரு விலா எலும்பை உருவி எடுத்து அடுத்த சிருஷ்டிப்பு, ആ സൃഷ്ടിയായി ഹവ്വ. அந்த சிருஷ்டிப்பு தான் ஏவாள். ആദമിനെ പച്ചയ്ക്കല്ല സർജറി നടത്തിയത്. ஆதாம அப்படியே பச்சையாக வைத்து அல்ல ஆபரேஷன் பண்ணினது. ആദമിനൊരു ഗാഢ നിദ്ര വരുത്തി. ஆதாமுக்கு ஒரு அயர்ந்த நித்திரை வர பண்ணினார். 1980 വരെ 1980களில் നിങ്ങൾ ഈ പല്ലെടുക്കാൻ പോകും. പല്ലെടുക്ക പോകുന്നത് ആൾക്ക്. അപ്പൊ പല്ലെടുക്കാൻ പോകുമ്പോ പല്ലെടുക്കുന്നതിന് വിട്ട് മയങ്ങാൻ ഒരു ഗുളിക തരുമായിരുന്നു. அப்போ பல்லெடுக்கிறதுக்கு முன்னாடி அந்த மயங்கும்படி ஒரு மாத்திரை கொடுப்பாங்க. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് സിസ്റ്റർ ഇങ്ങനെ പല്ലേ കുത്തി നോക്കും. இடையிடையே அந்த பல்லுல குத்தி பார்ப்பாங்க. சிஸ்டர் വേദന ഇരിക്കുതാ வலி இருக்கான்னு கேட்பாங்க. അങ്ങനെ വേദന ഇല്ലാതാവുമ്പോഴാണ് ഡോക്ടർ ഒരു കൊടിലും സിസ്റ്റർ വേറെ 2 കട്ടറും കിട്ടറുമായിട്ട് വന്ന് പല്ലെടുക്കുന്നത്. அப்படி வலி இல்ல என்று எப்போ சொல்றோமோ அந்த கட்டத்துல டாக்டர் ஒரு இடிக்கி எல்லாம் கொண்டு வந்து சிஸ்டர் கொஞ்சம் பொருட்கள் எல்லாம் கொண்டு வந்து எடுக்க ஆரம்பிப்பாங்க. കുറച്ച് രക്തവും പല്ലും എല്ലാം ട്രേക്കകത്ത് കാണും. அப்போ அந்த ட்ரேக்குள்ள கொஞ்சம் രക്തവും പല്ലും എല്ലാം சேர்த்து പിടിങ്ങി എടുப்பாங்க. 85ന് ശേഷം പല്ലെടുക്കാൻ പോയവർക്ക് അറിയാം. 85க்கு பிறகு பல்லெடுக்க போனவங்களுக்கு தெரியும். നിങ്ങൾ പല്ലെടുക്കാൻ ചെല്ലുമ്പോൾ നല്ലൊരു കറങ്ങുന്ന കസേര ഇരിക്കുது. ஆமென். நீங்க பல்லெடுக்க போகும்போது நல்ல கிறங்குகிற ஒரு சேர்ல உட்கார வைப்பாங்க. നമ്മുടെ ടെലികാസ്റ്റ് ചെയ്യുന്ന മോൻ ഇട്ടിരിക്കുന്ന ഒരു ഇയർഫോണും ചെവിയിൽ ഇട്ട് തരും. ஆமென். நம்முடைய ஒளிபரப்புகிற மகன் போட்டிருக்கிற போல ஒரு இயர்ഫോണും போட்டு தருவாங்க. ഒരു സിസ്റ്റർ വന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കും. ഈ മോണയിൽ ഒരു കുഞ്ഞ് ഇഞ്ചക്ഷൻ വെക്കും. ஆமென். ஒரு സിസ്റ്റർ வந்து കാര്യങ്ങൾ എല്ലാം കേട്ട് ഒരു சின்ன இன்ஜெக்ஷன் போடுவாங்க. അതിന്റെ പേര് മൈന്യൂട്ട് അനസ്തേഷ്യ. അതിന്റെ പേര് മൈന്യൂട്ട് അനസ്തേഷ്യ. മൈന്യൂട്ട് അനസ്തേഷ്യയാണ് കുത്തുന്നത്. அந்த சின்ன மைனர் அனஸ்தேசியா கொடுப்பார்கள். പിന്നെ നമ്മുടെ പാട്ട് കേട്ടുകൊണ്ടിരിക്കും. ஆமென். பின்பு நம்ம ஏதோ ஒரு பாட்டு போல கேட்டுக்கொண்டிருப்போம். പാപങ്ങൾ പോക്കവേ ശാപങ്ങൾ തീർക്കവേ ഭൂലോകം വന്നാലയ്യ. പാപങ്ങൾ പോക്കവേ ശാപങ്ങൾ നീക്കവേ ഭൂലോകം വന്നാലയ്യാன்னு பாட்டு கேட்கும். ഡോക്ടർ അടുത്ത് നിൽക്കുന്ന പോലും അറിയത്തില്ല. പക്കത്തിലെ ഡോക്ടർ നിക്കറാറാന്ന് കൂടെ தெரியாது. പല്ല് ട്രേക്കകത്ത് വരുന്നതൊന്നും നാം അറിയത്തില്ല. പല്ല് ട്രേക്കുള്ള എപ്പോ എടുത്തു പോടുகிறாരെന്ന് കൂടെ നമുക്ക് தெரியாது. അവന്റെ പേര് അനസ്തേഷ്യ. അതിനുடைய പേര് தான் അനസ്തേഷ്യ. ഇത് എവിടുന്ന് ഡോക്ടർമാർ കണ്ടുപിടിച്ചു? ഇത് എങ്ങിരുന്ന് മരുത്തുവர்கள் കണ്ടുപിടിத்தாங்க? ബൈബിൾ അവർ പഠിച്ചു. വേദാഗമത്തെ കற்றுക്കൊണ്ടാர்கள். ആദമിന് ഗാഢനിദ്ര വരുത്തിയപ്പോൾ ആദാമുക്ക് അയർന്ന നിദ്ര വരപ്പണ്ണിനപോது വലിച്ചൂരിയത് കണ്ടിട്ട് ആമേൻ വിലാ എലുമ്പை ഉരുവി എടുത്തதை വാസിച്ചു. ഒരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചത് പേരെനിക്ക് ഓർമ്മയില്ല. ആമേൻ. ഒരു വിജ്ഞാനി കണ്ടുപിടിച്ചത് അവരുടെ പേര് ஞாபகമില്ല. അവൻ മനുഷ്യനെ തൂക്കിയിട്ട് അനസ്തേഷ്യ കണ്ടുപിടിച്ചു. അവർ മനുഷ്യനെ പടുക്ക வைத்து അവൻ മയക്കമരുந்தை കണ്ടുപിടിത്താൻ. വിജ്ഞാനത്തെ കുഞ്ഞുങ്ങൾ കേട്ടോണം. இதற்குள்ள பிள்ளைகள் கவனிக்க வேண்டும். അതുകൊണ്ട് അപ്പച്ചനെ ആശുപത്രി കൊണ്ടുപോകും. ഓപ്പറേഷൻ മുമ്പ് തൂക്കി തൂക്കും വെയിറ്റ് എടുക്കും. ആമേൻ. മുതിയവർകളെ മരുത്തുവമനയ്ക്ക് ഓപ്പറേഷൻ കൊണ്ടുപോകുന്നതിന് മുന്നാലെ വെയിറ്റ് പാപ്പാங்க. അപ്പച്ചനെ കൂടുതൽ അനസ്തേഷ്യ കയറ്റിയ 3-ാം പക്ക സെമിത്തേരിയില്ല. ആമേൻ. അധികമായി മയക്കമരുന്ന് കൊടുത്തു വിട്ടാൽ அப்படியே കല്ലറയ്ക്ക് പോക വേണ്ടിയതാണ്. അതുകൊണ്ട് ആ സർജറിക്ക് മുമ്പായിട്ട് നിങ്ങളെ ത്രാസിനകത്ത് തൂക്കിയിട്ട് കറക്റ്റേ കുത്തത്തോളൂ. ஆகவே தான் സർജറിക്ക് മുന്നാലെ വെയിറ്റ് പാർത്ത് அந்த വെയിറ്റ്ക്ക് ഏറ്റപടിயான മയക്കമരുന്ന് കൊടുക്കறாங்க. അനസ്തേഷ്യ എങ്ക നിന്ന് വന്നു? അനസ്തേഷ്യ എങ്ങിരുന്ന് വന്നിരിക്കുന്നത്? ബൈബിളിൽ നിന്ന്, വേദത്തിലിരുന്ന് വന്നിരിക്കുന്നത്. ഉൽപ്പത്തി വായിക്കുന്നില്ല. ആദമിന് ഗാഢനിദ്ര വരുത്തി. ആദിയാഗമത്തിൽ വാസിക്കുമ്പോൾ ആദാമുക്ക് അയർന്ന നിദ്ര വരപ്പണ്ണി. പിന്നത്തതിൽ ഹവ്വായെ മെനഞ്ഞെടുത്തു. പിൻപു ഏവാളെ അതിലിരുന്ന് ഉരുവാക്കിനാർ. കേട്ടോണേ, ഗവനിங்க. ആദമിനെ എവിടുന്ന ഉണ്ടാക്കി?
ആദാം എങ്കിരുന്ന് ഉരുവാക്കിനാർ? പൊടിയിൽ നിന്നുണ്ടാക്കി പാസ്റ്റർ. ഭൂമിൻ തൂളിലിരുന്ന് ഉണ്ടാക്കിനാർ. ഹവ്വായ എവിടെ നിന്നുണ്ടാക്കി? ഏവാൾ എങ്കിരുന്ന്? എല്ലിൽ നിന്നുണ്ടാക്കി. അവൻ എലുമ്പിലിരുന്ന് ഉരുവാക്കിനാർ. അതുകൊണ്ടാണ് ഈ സഹോദരിമാരുടെ മനസ്സ് ഭയങ്കര കട്ടിയായിരിക്കുന്നത്. ആകവേ താൻ സഹോദരികളുടെ ഇരുദയം അല്ലത് ഉള്ളം ரொம்ப കട്ടിയാ இருக்கிறது. പൊടിക്കകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ അത് അലിഞ്ഞു മാറും. തൂസിയില கொஞ்சம் തണ്ണീർ ഊറ്റാൽ അത് அப்படி കരൈந்து പോയിവിടും. എല്ലിനകത്ത് വെള്ളം ഒഴിച്ചാൽ ഒരു രക്ഷയില്ല. എലുമ്പിൽ എவ்வளவு തണ്ണി ഊത്തിനാലും എന്താ വായ്പുമേ കിടயாது. ആസിഡ് ഒഴിച്ചാലും എല്ലിന് ഒരു കുഴപ്പവും പറ്റത്തില്ല. തണ്ണിക്ക് ബദലാ ആസിഡേ ഊത്തിനാലും എലുമ്പുക്ക് പ്രശ്നയേ വരാது. അതുകൊണ്ട് എല്ലാ തട്ടിപ്പിന്റെയും പിമ്പി പെണ്ണുങ്ങളാ നിൽക്കുന്നത്. ആകവേ താൻ എല്ലാ പ്രശ്നങ്ങൾക്ക് പിന്നാലെ പെൺകൾ നിന്നു കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നടക്കുന്ന സകല തട്ടിപ്പിനകത്ത് നിൽക്കുന്ന പെണ്ണുങ്ങളാ. കേരളത്തിൽ നടക്കുന്ന എല്ലാ ഊഴലുക്ക് പിന്നാലെ നിൽക്കുന്നതെല്ലാം പെൺകൾ. തമിഴ്നാട്ടിലെ സഹോദരിമാര് തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ അരുമயான ദൈവമക്കളാ. അതുകൊണ്ട് നിങ്ങൾ ഓർത്ത്. ആകവേ ഇങ്ങുള്ള ദേവ പിള്ളകൾ പെൺകൾ തവറായി പുരിந்து കൊള്ള വേണ്ട. നിങ്ങൾ എല്ലാം അരുമயான ദേവ പിള്ളകൾ. അതുകൊണ്ടാണ് സൃഷ്ടിയിലുള്ള ജനിതക വ്യത്യാസം. അതുதான் സൃഷ്ടിപ്പിലേயே ഉള്ള அந்த பிறவியின் வித்தியாசம். പിറവിൻ വ്യത്യാസം. ഒന്ന് പൊടി, ഒന്ന് തൂസി, രണ്ട് എല്ലിൽ നിന്ന് മനുഷ്യന്റെ വാരിയല്ല്, രണ്ട് മനുഷ്യനുடைய വിലാ എലുമ്പ്. ആദ്യത്തെ കല്യാണം നടത്തിയത് ആരാ? മുതൽ തിരുമണത്തെ നടത്തുന്നത് യാർ? സ്വർഗത്തിലെ ദൈവം, പരലോകത്തിലെ ദേവൻ. കണ്ടോ? അങ്ങനെയെങ്കിൽ സ്വർഗം ആദ്യം ഉണ്ടാക്കിയത് ഒരു പട്ടണമല്ല. ആമേൻ. அப்படியானால் முதலாவது பரலோகம் ஏற்படுத்தினது ஒரு பட்டணத்தை அல்ல, ഒരു സിറ്റിയനെ അല്ല, ഒരു നഗരത്തെ അല്ല, ഒരു ഇലക്ട്രോണിക് സെഗ്മെന്റ് അല്ല. ആമേൻ. ഒരു ഏതോ ഒരു செயற்கையான ഒരു പൊരുളേ അല്ല. ആദ്യം ദൈവം ഉണ്ടാക്കിയത് ഒരു കുടുംബത്തെ. முதலாவது கர்த்தர் ஏற்படுத்தின ஒன்று ஒரு குடும்பம். എന്തിനു വേണ്ടി? எதற்காக? അടക്കി വാഴണം. ആമേൻ. അടക്കി ആള വേണ്ടും. സന്താന പുഷ്ടി ഉള്ളവരാകണം. ആമേൻ. പിള്ളകൾ ഉള്ളവർകളായി പെരുക വേണ്ടും. പെറ്റ് പെരുകണം. പെറ്റ് പെരുക വേണ്ടും. ദൈവത്തിന്റെ ദാനങ്ങൾ അനുഭവിക്കണം. ദേവനുடைய ദാനങ്ങളെ வாழ்க்கையில் അനുഭവിக்க வேண்டும். അപ്പൊ ആദ്യത്തെ കല്യാണം നടത്തിയത് ആരാ? അപ്പൊ മുതൽ തിരുമണത്തെ നടത്തുന്നത് യാര്? സ്വർഗത്തിലെ ദൈവം, പരലോകത്തിൻ ദേവൻ. ഇന്നത്തെ കല്യാണം ആര് നടത്തും? ഇன்றைக்கு തിരുമണത്തെ യാർ നടത്തുகிறது? കല്യാണം കമ്പ്യൂട്ടർ നടത്തും. ആമേൻ. കമ്പ്യൂട്ടർ കല്യാണത്തെ നടത്തുகிறது. മന്ത്രകോടി ആര് കൊണ്ടുവരും? ആമേൻ. മന്ത്രകോടി കല്യാണത്തിനുള്ള ഡ്രസ്സ്, സാരി. ആമേൻ. തിരുമണത്തിற்கான ഉടൈകളെ ആര് കൊണ്ടുവരുகிறது? നമ്മുടെ പോത്തീസ് കൊണ്ടുവരും. പോത്തീസ് കൊണ്ടു തരും. ഇതാ സാത്താന്റെ പരിപാടി. ഇത് ഞാൻ സാത്താനുடைய ക്രിയകൾ. ഇവിടെ ഇരിക്കുന്ന അനേക അമ്മച്ചിമാരും അച്ചായന്മാരും പഠിക്കുന്ന കുഞ്ഞുങ്ങളും ഇരിക്കുന്നത്. ഇങ്ങ இருக்கிற അനേക തായികൾ സഹോദരர்கள் പിള്ളകൾ എല്ലാം പഠിக்கிறவங்க இருக்கிறீங்க. ചാറ്റിങ്ങിലൂടെ നീ കല്യാണത്തിന് പോയാൽ, ചാറ്റിംഗ് മൂലമായി നീ കല്യാണத்துக்கு പോനാൽ, നീ അവസാനം ചീറ്റിംഗ് കയറി ചെല്ലും. നീ കடைசில ചീറ്റിംഗാ പോയിടുക, ഏമാந்து പോയിടുക. കണ്ടില്ല, ഇന്ന് മൊബൈൽ അടിച്ചാ മതി. ഇന്നേക്ക് മൊബൈലിൽ തട്ടിനാലേ പോതുമേ. കഴിഞ്ഞ നാളിൽ ഞാൻ പറഞ്ഞതുപോലെ, கடந்த நாள்ல நான் சொன்னது போல, വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. ஆமென். உலகம் ஆமென் கரங்களுக்குள்ள வந்திருக்கிறது. കന്യാകുമാരി ഇരിക്കുന്ന പെങ്കൊച്ചിന്, കന്യാകുമാരിയിൽ இருக்கிற പെൺ പിള്ളയ്ക്ക് ചെന്നൈയിൽ നിന്ന് ചെറുപ്പക്കാരനെ കിട്ടും. ചെന്നൈയിലിருந்து വാലിബനെ கிடைக்கும். ഒരു പൈസ വേണ്ട, ഒരു പണമും ചെലവില്ല. അങ്ങനെ നീ പോയാൽ, அப்படி നീ പോനാൽ, നിന്റെ കാര്യം പെരുവഴിയാ. உன்னுடைய காரியம் அதோகதிதான், പെരുവഴിയായി. ആമേൻ. அப்படியே പോയിവിടും. അങ്ങനെയെങ്കിൽ அப்படியானால் ഈ സ്നേഹിച്ചുള്ള കല്യാണം, ആമേൻ, അവിധമായി നേസിத்து വരുகிற திருமணம் മൊത്തം ഫെയിലുവറ. ആമേൻ, എല്ലാം തോൽവിയില പോയി മുടിகிறது. 90% കേരളത്തിലെ കോടതികളിൽ ക്രിസ്ത്യൻസിന്റെ വിവാഹമോചനമാണ്. ആമേൻ. 90% കേരള നീതിമன்றങ്ങളിൽ ക്രിസ്തവர்களுடைய വിവാഹരത്ത് தான் നടക്കുന്നത്. കണക്കിന് തമിഴ്നാട് കുറച്ചുകൂടെ മര്യാദയുള്ള സംസ്ഥാനമാണ്. ആമേൻ. തമിഴ്നാട് கொஞ்சம் கூட മര്യാദ ഉള്ള മാநிலம் എന്ന് நினைக்கிறேன். ഭർത്താവും ഭാര്യയും വഴക്കൂടും, ഉടനെ പോയി കെട്ടി തൂങ്ങിച്ചാവും. ആമേൻ. പുരുഷനും മനവിയും சண்டை வந்தா വിവാഹരத்துக்கெல்லாம் போக மாட்டாங்க, சேர்ந்து போய் தூங்கி செத்துருவாங்க. ഏറ്റവും കൂടുതൽ ലോകത്തിൽ ആത്മഹത്യ നടക്കുന്ന കേരളത്തിലാണ്. ആമേൻ. மிக அதிகமாய் உலகத்துல தற்கொலை நடக்கிறது കേരളാവിൽ. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം, இன்றைக்கு நீங்கள் புரிந்து கொள்ள வேண்டும். പഠിക്കുന്ന കുഞ്ഞുങ്ങൾ തെറ്റിദ്ധരിക്കരുത്. படிக்கிற பிள்ளைங்க யாரும் தவறாய் புரிந்து கொள்ள வேண்டாம். സ്കൂളിൽ പഠിക്കുന്നത് നല്ലത്, ஸ்கூல்ல படிக்கிறது நல்லது, പിന്നെ കോളേജിൽ പഠിക്കുന്നത് നല്ലത്, ആമേൻ, காலேஜ்ல படிக்கிறது நல்லது. പിന്നെ ഒരു കാര്യം, ஆனா ஒரு காரியம், ചുമ്മാ ആവശ്യമില്ലാതെ ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരികളുടെയും കമ്പനി കൂടരുത്. தேவையில்லாம எந்த பிள்ளைகளோடு அல்லது எந்த பையன்களோடும் கூட்டு சேரக்கூடாது. പാസ്റ്റർ, പ്രേമ വിവാഹത്തിന്റെ 3 പരാജയങ്ങൾ. ஆமென். காதல் திருமணத்தினுடைய 3 தோல்விகள். ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം, ചെറുക്കനും പെങ്കൊച്ച് സ്നേഹിക്കുമ്പോൾ തന്നെ ഉള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു തീർക്കും. ஆமென். அந்த வாலிபனை பெண் பிள்ளை நேசிக்கும் போதே எல்லா காரியத்தையும் சொல்லி விடுவார். കല്യാണത്തിന് മുമ്പ് നമ്മുടെ പെൻ ഡ്രൈവിലെ
സ്റ്റോക്ക് പോലെ എല്ലാം തീരും. ஆமென். கல்யாணத்திற்கு முன்னாலே பென்ட்ரைவ்ல இருந்து காப்பி பண்ணது போல எல்லா ஸ்டாக்கும் தீர்ந்து விடும். കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടും കൂടെ സംസാരിക്കും. ஆமென். திருமணம் ஆனதுக்கு பிறகு ரெண்டு பேரும் பேச ஆரம்பிப்பாங்க. മൂന്നാമത് ഇവര് പേശുന്നത് നാട്ടുകാരും കേൾക്കും. மூன்றாவது இவர்கள் பேசுகிறத ஊரே கேட்கும். പിന്നെ കുടുംബ കോടതി ചെന്നാ മതി. அடுத்து குடும்பத்தோட போக வேண்டியதுதான். അതുകൊണ്ട് ദയവ് ചെയ്ത് ஆகவே தயவாய் നിങ്ങളുടെ പ്രേമ വിവാഹമല്ല വേണ്ടത്, உங்களுக்கு ஒரு காதல் திருமணம் அல்ல வேண்டும். അറേഞ്ച്ഡ് മാരേജ്. ஆமென். ஒழுங்குபடுத்தப்பட்ட ஒரு திருமணம். ഒന്ന് അപ്പനും അമ്മയും പ്രാർത്ഥിക്കണം, முதலாவது தகப்பனும் தாயும் ஜெபிக்க வேண்டும். ദൈവസഭ പ്രാർത്ഥിക്കണം, தேவ சபை ஜெபிக்க வேண்டும். വിവാഹത്തിന് പോകുന്ന കുഞ്ഞ് ദൈവസന്നിധിയിൽ ഉപവാസം എടുക്കണം. എന്റെ ജീവിതത്തിന്റെ അവസാനം വരെ കിട്ടുന്ന ഒരു തക്ക തുണ. ஆமென். விவாகத்திற்கு போகிற தேவ பிள்ளைகள் உபவாசித்து ஜெபிக்க வேண்டும். என்னுடைய வாழ்க்கையின் கடைசி வரைக்கும் கிடைக்கிற ஏற்ற துணை. ആ പ്രാർത്ഥന സഫലമാവും. ஆமென். அந்த ஜெபம் வெற்றிகரமாய் மாறும். അതാ ചെന്നൈയിൽ ഇരിക്കുന്ന പയ്യൻ, அப்படி சென்னையில் இருக்கிற பையன், 40-കാരനായിരിക്കും. ஆமென், அவனுக்கு 40 வயதா இருக்கும். 20 വയസ്സുള്ള പെൺകുട്ടിക്ക് പൈസ പഠിച്ച ഫോട്ടോ അയച്ചു കൊടുക്കും. ஆமென். 20 വയസ്സുള്ള പെൺകുട്ടി, കന്യാകുമാരിയിൽ ഇരിക്കുന്ന പെൺകുട്ടിക്ക് கன்னியாகுமரியில 20 வயசுள்ள பிள்ளைக்கு போட்டோ அனுப்பி கொடுக்கிறது. ഫേസ് കമ്പ്യൂട്ടർ വഴി മോർഫ് ஃபேஸ் ஆப்ல முகத்தை எல்லாம் எடிட் பண்ணி போட்டோ அனுப்பி கொடுப்பான். ഹിന്ദിക്കാരൻ സിനിമാ നടനാണൊക്കെ ഇരിക്കും. அவன் பார்த்தா ஹிந்தி சினிமா ஹீரோ மாதிரி இருப்பான். അവസാനം നീ പെരുവഴിയായി പോകും. கடைசியில் அதோகதிதான். അതുകൊണ്ട് മേലാൽ ഈ പരിപാടിക്ക് നിങ്ങൾ നിൽക്കരുത്. ஆகவே யாரும் இப்படிப்பட்ட வேலைப்பாடுகளுக்கு நின்று கொடுக்க கூடாது. കഴിഞ്ഞാൽ ഹലോ താങ്ക് യു പറഞ്ഞിട്ട് അപ്പടെ സ്ഥലം വിട്ടേക്കണം. ஆமென். தேங்க் யூ என்று சொல்லி அப்பவே இடத்தை காலி பண்ணி விட வேண்டும். കോളേജ് ഫ്രണ്ട്സ് നല്ലതാ. ஆமென். கல்லூரி நண்பர்கள் எல்லாம் நல்லது. സ്കൂൾ ഫ്രണ്ട്സ് നല്ലതാ. ஆமென். பள்ளி நண்பர்களும் நல்லதுதான். പക്കത്തെ ഫ്രണ്ട്സ് നല്ലതാ. பக்கத்துல உள்ள நண்பர்கள் நல்லதுதான். പക്ഷേ വിവാഹം ദൈവത്തിന് ഹിതമായി പ്രാർത്ഥിക്കുന്നതായിരിക്കണം. ஆனால் திருமணம் விவாகம் என்று சொல்லுவது தேவ சித்தத்தின்படி ஜெபித்து ஏற்படுத்தப்பட வேண்டும். ഒന്നുകൂടി കടന്നു പറയുക. ஒன்று கூட ஆமென் தாண்டி சொல்லுகிறேன். കല്യാണം കഴിച്ചു കഴിഞ്ഞ പ്രേമവിവാഹം ആണെന്നുണ്ട് ഈ ചെറുക്കാനും പറയും നിന്നെക്കാളും നല്ല പെണ്ണ് എന്റെ പുറകെ നടന്നതാ, പക്ഷെ ഞാൻ കെണി വീണു പോയതാണ്. ஆமென். திருமணத்திற்கு பின்புதான் இவன் சொல்லுவான், உன்னை விட நல்ல பொண்ணு என் பின்னாடி எல்லாம் நடந்தா, நான் எப்படியோ வந்து உன்கிட்ட மாட்டிக்கிட்டேன். അത് കലഹമായി തീരും. அது பின்பு கலகமாய் மாறும். അതുകൊണ്ട് കുടുംബ ജീവിതത്തിലായിരിക്കുന്ന, ஆகவே குடும்ப ஜீவிதத்தில் ஆயிருக்கிற പ്രാർത്ഥനയോടെ വിവാഹ ജീവിതത്തിൽ ஆமென் தேவ பிள்ளைகள் ஜெபத்தோடு விவாக வாழ்க்கையில் பிரவேசிக்க வேண்டும். ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, இன்றைக்கு பகல் என்னை கவனிக்கிற தேவ பிள்ளையே, ഊഴിയം ചെയ്യുന്ന ദൈവവേലക്കാർ, അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, கர்த்தருடைய ஊழியத்தை செய்கிற தேவ ஊழியக்காரர்கள், பெரியோர்கள், முதியோர்களே, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ മേടിച്ചു കൊടുക്കുമ്പോൾ நீங்கள் உங்கள் பிள்ளைகளுக்கு மொபைல் போன் வாங்கி கொடுக்கும்போது കൃത്യതയോടെ നിങ്ങൾ ശ്രദ്ധിക്കണം. நீங்கள் அதை தெளிவாய் கவனிக்க வேண்டும். ഇതിനകത്ത് സകല കുഴപ്പമുണ്ട്. இதற்குள்ள எல்லா பிரச்சனையும் உண்டு. കുഞ്ഞുങ്ങള് ഇന്ന് നാം രണ്ട്, ഇവിടെ തമിഴ്നാട്ടിൽ അറിയത്തില്ല, കേരളത്തിൽ നാം രണ്ട് നമുക്ക് രണ്ട്. ஆமென். இங்க தமிழ்நாட்டுல எப்படின்னு தெரியல, கேரளாவுல நாம் ரெண்டு நமக்கு ரெண்டு ഉണ്ട്. എന്റെ പരിചയത്തിൽ ഒരു പാസ്റ്റർ, எனக்கு அறிமுகமான ஒரு பாஸ்டர் ഗൾഫിൽ പോയി. ஆமென் வெளிநாட்டுக்கு போனார். ആ വെളിനാട്ടിലേക്ക് പോയി മാരുതി കാർ മാറ്റി സ്വിഫ്റ്റ് ഡിസയർ. ஆமென் வெளிநாட்டுக்கு போகும்போது சின்ன மாருதி கார் மாறி ஸ்விஃப்ட் டிசைர். നല്ല ഉഷാറായിരിക്കുന്നത്. நல்ல உஷாராக மாறி. തീർന്നില്ല, அதோட முடியவில்லை. ഭാര്യ ഉടനെ പറഞ്ഞു എനിക്ക് ആക്റ്റീവയുടെ സ്കൂട്ടർ വേണമെന്ന്. மனைவி சொன்னாங்க எனக்கு ஆக்டிவா ஸ்கூட்டி வேண்டும். രണ്ട് മക്കൾ, ഒരുത്തൻ നാഗർകോവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുക. ஆமென். ரெண்டு பிள்ளைகள் நாகர்கோவில் என்ஜினியரிங் படிக்கிறாங்க. ആദ്യം മൂത്തവൻ അപ്പൻ കാറും അമ്മ സ്കൂട്ടറും മേടിച്ചപ്പോ അവൻ വീട്ടിൽ വന്നു. അപ്പൻ കാർ മേടിച്ചു, അമ്മ സ്കൂട്ടർ മേടിച്ചു. அப்பா காரும் அம்மா ஸ்கூட்டியும் வாங்கினதுனால மகன் வீட்டுக்கு வந்தான். വീട്ടിൽ വന്ന് അവൻ കിണറിന്റെ, നമ്മുടെ കിണറുണ്ടല്ലോ, കിണറിന്റെ കരയിൽ ഇരിക്കുക, എനിക്ക് സാംസങ് ഗാലക്സി മേടിച്ചു തന്നില്ല, ഞാൻ വെള്ളത്തിൽ ചാടുന്നു. அவன் இப்போ போய் கிணத்தங்கரையில இருந்து கொண்டு சொல்லுகிறான், எனக்கு சாம்சங் கேலக்ஸி வாங்க தரவில்லை என்று சொன்னா இப்ப கிணத்துக்குள்ள சாடுவேன். ഊഴിയം ചെയ്യുന്ന കർത്തൃവേലക്കാരന്റെ പിള്ളയെ കിണറ്റിൽ ചാടിയ പിന്നെ കാര്യം തീർന്നില്ലേ? அவன் ஊழியம் செய்கிற ஒருவருடைய பிள்ளை கிணத்துல சாடினா காரியமே போச்சே. 24,000 രൂപയുടെ നല്ല മൊബൈൽ, 24,000 ரூபாய்க்கு நல்ல ஒரு மொபைல் போன். അവന്റെ കാര്യം അതോടെ ശരിയായി കിട്ടി. அவனுடைய காரியம் அதோட சரியானது. ഇന്ന് പകൽ ഞാൻ പറയുന്നു, இன்னைக்கு பகல்ல நான் சொல்லுகிறேன், കിണറിന്റെ കാര്യം ഓർത്തപ്പെടാൻ നല്ലത്. கிணறுடைய காரியம் ஞாபகம் வந்ததுதான். കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ മേടിച്ചു കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. பிள்ளைகளுக்கு மொபைல் வாங்கி கொடுக்க கூடாது என்று நான் சொல்ல மாட்டேன். 18 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക്, 18 വയதிற்கு கீழே உள்ள பிள்ளைகளுக்கு അത്യാവശ്യം അവർ +2 കടക്കുമ്പോൾ മാത്രം, ஆமென், கண்டிப்பாய் அவர்கள் +2 தாண்டும் போது மட்டுமே ചിന്ന മൊബൈൽ 800 രൂപയ്ക്ക് കിട്ടുന്ന സിമ്മായിട്ട് ലോക്കൽ വിളിക്കുന്നത് മാത്രമേ കൊടുക്കാവൂ. ஆமென். 800 ரூபாய்க்கு கிடைக்கிற போன் கால் மட்டும் பண்ணக்கூடிய சின்ன மொபைல் மட்டும் நீங்க வாங்கி கொடுக்கலாம். അവരുടെ കയ്യിലേക്ക്
ഫീച്ചേഴ്സ് ഉള്ള 4G 5G മൊബൈൽ കൊടുക്കരുത്. அவருடைய கரங்களில் நல்ல வசதிகளுள்ள 4G 5G மொபைல் ஒன்றும் கொடுக்க கூடாது. Your children is going to college, a further PG, they will accept a activated mobile with the internet system. ஆமென். மேற்படிப்புகளுக்காக போகும்போது அவர்கள் அங்கே எல்லா இன்டர்நெட் வசதிகளும் உள்ள மொபைல் போன் அவர்களுக்கு தேவைப்பட வேண்டிய சூழ்நிலை வரும். ജീവിതത്തെ പറ്റി നല്ലതുപോലെ ഗ്രാഹ്യമുണ്ടെങ്കിൽ മാത്രമേ ഒരു കുഞ്ഞിന് ലാപ്ടോപ്പ് മൊബൈൽ ഇതെല്ലാം മേടിച്ചു കൊടുക്കാവൂ. ஒரு பிள்ளையுடைய வாழ்க்கையை கவனிக்கும் போது அதை குறித்த நல்ல நிச்சயம் இருக்கும்போது மட்டுமே ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ എല്ലാ വസതികളെയും ചെയ്തു കൊടുக்க வேண்டும். അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം മാറിക്കിട്ടും. ആമേൻ. இல்லை என்று சொன்னால் உங்களுடைய பிள்ளைகளுடைய வாழ்க்கையை மாற ஆரம்பிக்கும். ഇപ്പം തന്നെ ഓൺലൈൻ ക്ലാസ് നടക്കുമ്പോൾ, இப்பொழுதே ஆன்லைன் வகுப்புகள் எல்லாம் நடக்கும்போது, ഇപ്പോൾ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ വാട്സപ്പോ അല്ലെങ്കിൽ ഓൺലൈൻ ഉള്ളതേ കൊടുക്കാവൂ. ஆமென். உங்களுடைய போன்களில் இருக்கிற வாட்ஸ்அப் அல்லது ஆன்லைன் வசதிகளை பயன்படுத்தும்படி நீங்கள் ஒழுங்கு செய்ய வேண்டும். അല്ലാതെ ഒറ്റ കാരണവശാലും കൊടുക്കരുത്. இல்லாமல் ஒரு காரணத்துக்காகவும் அப்படி கொடுத்து விட கூடாது. പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള മാതാക്കളോട് പ്രത്യേകിച്ച് ഒരു ആർഗ്യുമെന്റ് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ കൊടുക്കുന്നു. ஆமென். இன்னைக்கு பெண் பிள்ளைகள் உள்ள தாய்மார்களுக்கு ஒரு ஆலோசனை நான் சொல்லுகிறேன். നിങ്ങളുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മൊബൈൽ അവർക്ക് നല്ല മൊബൈൽ മേടിച്ചു കൊടുക്കുന്നെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ആ മൊബൈൽ ഒന്ന് ചെക്ക് ചെയ്യണം. ஆமென். படிக்கிற பிள்ளைகளுக்கு நீங்கள் வாங்கி கொடுக்கிற மொபைல் போன் இருக்கும் என்று சொன்னால் வாரத்துக்கு ஒரு முறையாவது உங்களுடைய பிள்ளைகளுடைய மொபைலை நன்றாய் பரிசோதிக்க வேண்டும். ഇത് കർത്താവിനെ കുറ്റം പറയരുത്. ஆமென். அதற்கு பின்பு ஆண்டவரை குறை சொல்லக்கூடாது. ഇതിനകത്ത് സാത്താന്റെ ഒരുപാട് ചതിക്കുഴികളുണ്ട്. இதற்குள்ள சாத்தானுடைய அநேக தந்திரங்கள் உண்டு. അതുകൊണ്ട് ദയവ് ചെയ്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, ஆகவே தயவு செய்து படிக்கிற பிள்ளைகளுக்கு ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു പോളിടെക്നിക് അല്ലെങ്കിൽ ഒരു MBBS അത്തലത്തിലേക്ക് പഠിക്കുമ്പോൾ, എഞ്ചിനീയറിംഗ് മറ്റും പഠിക്കുമ്പോൾ മാത്രമേ ഫീച്ചർ ഉള്ള സ്മാർട്ട് ഫോൺ അവർക്ക് കൊടുക്കാവൂ. ஆமென். ஒரு டிகிரி அல்லது அதற்கு சம்பந்தமான ஒரு காரியத்தை படிக்கும்போது அல்ல ஒரு ப்ரொஃபஷனல் கோர்ஸ் படிக்கும்போது மட்டுமே நீங்கள் அவர்களுக்கு தேவையான நல்ல வசதி உள்ள காரியங்களை வாங்கி கொடுக்க வேண்டும். ദുഃഖം വരും. ഇത് കേൾക്കുമ്പോൾ പലർക്കും ദുഃഖം വരും. பலருக்கு இதை கேட்கும்போது துக்கம் வருகிறது. ഇത് കൺവെൻഷൻ അല്ല, നമ്മുടെ കുടുംബ യോഗമായതുകൊണ്ടാണ് ഇത്രയും ക്ലിയർ ആയി പറയുന്നത്. ஆமென். இது கன்வென்ஷன் அல்லாமல் நம்முடைய குடும்ப கூட்டமா இருக்கிறபடினால தெளிவாய் சொல்லுகிறேன். പിതാക്കളോടും പ്രത്യേകിച്ച് പറയുന്നത്, தகப்பன்மாரிடத்துல குறிப்பாய் சொல்லுகிறது, ഇടയ്ക്ക് നിങ്ങളുടെ ആമക്കൾ ആരോടൊക്കെ സംസാരിക്കുന്നത് ഒളിച്ചു നിന്നൊന്ന് കേൾക്കുന്നത് നല്ലതാ. ஆமென். உங்களுடைய பிள்ளைகள் கிணற்றிலேயோ எங்கேயாவது போயிருந்து அதிக நேரம் பேசுகிறத நீங்க கவனிக்கிறது நல்லது. പിന്നെ ഈ കല്യാണം കഴിച്ചവരോട് വേറൊരു വാർത്തയും കൂടെ. ஆமென். திருமணம் ஆனவர்களுக்கு இன்னொரு செய்தியை சொல்லுகிறேன். ചില കല്യാണം കഴിച്ച ചെറുപ്പക്കാർക്ക് കല്യാണം കഴിഞ്ഞ് ഫോൺ വരും. ஆமென். சில கல்யாணம் ஆனவர்களுக்கு கல்யாணம் கழித்தும் சில போன் கால்ஸ் வரும். അവരെന്തോ ചെയ്യുമെന്നറിയാമോ? அவங்க என்ன செய்வாங்க தெரியுமா? കൂടെ ഭാര്യ നിൽക്കുന്നുണ്ടെ പറയും, ഹലോ ഹലോ, കള്ളവാ, റേഞ്ച് കിട്ടാത്ത രീതി. ஆமென். கூட மனைவி இருக்கும்போது ஹலோ ஹலோ கேட்கலையே அப்படின்னு சொல்லி விடுவாங்க. എന്നിട്ട് മതിൽ ചാടി അപ്പുറത്ത് പോയി നിന്ന് സംസാരിക്കും. அடுத்து காம்பவுண்ட் குதித்து அங்க எங்கேயாவது போய் நின்று பேசுவாங்க. അങ്ങനെയുള്ള ചെറുപ്പക്കാരോട് ഇന്ന് പറയുക, அப்படிப்பட்ட யாராவது கேட்பீர்கள் என்று சொன்னால் அவர்களுக்கு சொல்லுகிறேன், അല്ലയോ ചെറുപ്പക്കാര, നിന്റെ ഐഡിയ ഒന്നും ഇപ്പോഴത്തെ പെൺപിള്ളാരോട് നടക്കുകയല്ല. உன்னுடைய தந்திரங்கள் எல்லாம் இப்போ உள்ள பெண்கள் இடத்துல நடக்காத மகனே. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ ഉടനെ പണ്ട് സംസാരിച്ചവരുടെ നമ്പർ എല്ലാം ബ്ലോക്ക് ചെയ്തേക്കണം. ஆகவே திருமணம் ஆகும்போது உனக்கு பழைய கான்டாக்ட்ஸ் எல்லாவற்றையும் பிளாக் பண்ணி விடு. അതുകൊണ്ട് ഇന്ന് പറയുന്നത്, ஆகவே இன்றைக்கு சொல்லுகிறது, സമൂഹത്തിൽ ഏറ്റവും ദുരുപയോഗം നടക്കുന്നത് ഇന്ന് ഇന്റർനെറ്റ് സിസ്റ്റം വഴിയാണ്. ஆமென். சமுதாயத்துல அதிகமான துர்பிரயோகங்கள் அல்லது ஆமென் மோசமான காரியங்கள் சம்பவிக்கிறது இன்டர்நெட் மூலமா. മൊബൈൽ ഏറ്റവും നല്ലതാണ് പാസ്റ്റർ. மொபைல் மிகவும் நல்லதுதான். ഞാനിപ്പം തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്യുമ്പോൾ ശ്രായംകുടിയിലേക്ക് പല പ്രാവശ്യം ഇന്നടത്തെത്തി എന്ന് പറയുന്നത് ഈ മൊബൈൽ. ஆமென். நான் திருவனந்தபுரம் எல்லாம் தாண்டி வரும்போது ஸ்ராயங்குடிக்கு வருகிறதற்கு நான் என்ன இடத்துல வந்திருக்கிறேன் சொல்லுகிறதுக்கெல்லாம் தேவை மொபைல். അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞോ കാര്യം കഴിഞ്ഞോ ലോക്കൽ മൊബൈലിൽ അമ്മയോ അപ്പനോ വിളിക്കുന്നതെല്ലാം നല്ലത്. ஆமென். அதே போல பிள்ளைகளுக்கு கிளாஸுக்கு எல்லாம் போகும்போது கிளாஸ் முடித்தாயிட்டா எங்க வருகிற எப்படி என்று சொல்லி விசாரிக்க மொபைல் நல்லது. இங்க லைன் வாட்டர் இருக்குது. லைன் வாட்டர் ரோட்ல அந்த மெட்ரோ வாட்டர் தண்ணி காரியங்கள் இருக்கிறது. அது കഴിവതും ആരും കുടിക്കത്തില്ല. அத முடிந்த அளவுக்கு அந்த பொது தண்ணீரை யாரும் குடிக்கிறது இல்ல. നമ്മുടെ വീട്ടിൽ കിണറുണ്ട്. ആരാ വെള്ളം എവിടുത്തെയാ നമ്മൾ കുടിക്കുന്നത്? ലൈൻ വാട്ടർ കുടിക്കുവോ? നമ്മുടെ വീട്ടിൽ കിണർ இருக்கும் என்று சொன்னா നമുക്ക് நாம் പഞ്ചായത്ത് തണ്ണിയെ കുടിப்போமா? അതുപോലെ മൊബൈല്. அதே போலதான் மொபைல் போன். മൊബൈൽ എല്ലാ കാര്യത്തിനും നല്ലത്. மொபைல் எல்லா காரியத்திற்கும் நல்லது. ചേട്ടനും ചേച്ചിയും വഴക്ക് കൂടിയ കിണറും നല്ലത്. ஆமென்.
സഹോദരനും സഹോദരിയും ചന്ത പോട്ടാൽ കിണറും നല്ലത്. കുടിക്കാൻ വെള്ളം കിണറ്റിലെ നല്ലത്, കലകം ഉണ്ടാക്കിയ ചേച്ചി ചാടിച്ചാവാനും കിണർ നല്ലത്. ஆமென். குடிக்க தண்ணி எடுக்கவும் கிணறு பயன்படும், பிரச்சனை பண்ணி சாடி சாகவும் கிணறு பயன்படும். അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ஆகவே என்னை கவனிக்கிற தேவ பிள்ளையே, പിതാക്കളെ, മാതാക്കളെ, தகப்பன்மாரே, ஆமென், தாய்மார்களே, പൈസ നിങ്ങൾക്ക് കാണും, ஆமென், பணம் ஒருவேளை உங்களுக்கு இருக்கலாம், ആ കാര്യം പഠിപ്പിക്കാനുള്ള ഇതൊക്കെ കാണും, സ്വത്തൊക്കെ കാണും, ஆமென், பிள்ளைகள் எல்லாம் படிக்க வைக்க சொத்துக்கள் வசதிகள் எல்லாம் இருக்கலாம். ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് ദൈവനാമത്തിൽ പറയുന്നു, ஒரு മുறை கூட தேவநாமத்தால் உங்களிடத்தில் சொல்லுகிறேன், നിങ്ങളുടെ വീട്ടിൽ ഒരു മകനോ മകളോ 20 വയസ്സ് കഴിയാതെ ആധുനിക സിസ്റ്റംസ് ഉള്ള ഒരു മൊബൈൽ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കരുത്. வீட்டில் உள்ள பிள்ளைகள் 20 வயது தாண்டாமல் இந்த எல்லா வசதிகளையும் உள்ள மொபைல் போன் பொருட்களை കൊടുക്കാதீங்க. 15 മുതൽ 15 വയസ്സ് മുതൽ ചെറിയ ഫോൺ കോൾ ചെയ്യുന്നത് പാസ്റ്റർ സൂചിപ്പിച്ച പോലെ തിരിച്ചു വിളിക്കുന്നത് കൊടുക്കുന്നത് നല്ലതാ. ஆமென். சின்ன 15 வயதிலிருந்து போன் மட்டும் பேசக்கூடிய சின்ன மொபைலை தேவைக்கு கொடுக்கிறது மிக நல்லது. Above 20 please provide the smartphones, only smartphones. 20 വയതെല്ലാം താണ്ടിന പിറகு மட்டும் സ്മാർട്ട് ഫോൺ വാങ്ങി കൊടുക്കുക. ഇന്ന് കുഞ്ഞുങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷവിത്തായി ഇത് മാറുന്നു. ആമേൻ. ഇന്നേക്ക് പിള്ളേകളെ ഉടൈത്തു കൊണ്ടിരിക്കുന്ന ഒരു സംഭവങ്ങളായി മാറുகிறது. പ്രത്യേകിച്ച് മാതാപിതാക്കളോട് രണ്ടാമത്തെ കാര്യവും, குறிப்பாய் பெற்றோர்களிடத்துல இன்னொரு காரியம், രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരുമായി കൂട്ടുകെട്ടുന്നുള്ളത്, உங்களுடைய பிள்ளைகள் யாரிடத்துல பழகுகிறார்கள். ഇന്നത്തെ കലാലയങ്ങളിൽ, இன்றைய ஆமென் பாடசாலைகளில், പണ്ടത്തെ കാലത്ത് എന്തെങ്കിലുമൊക്കെ കൊച്ചുപീടിയൊക്കെ അടിച്ച ചെറുപ്പക്കാരൊക്കെ നടന്നിരുന്നത്. ஆமென். முன்காலத்துல எல்லாம் எங்கேயாவது துண்டு பீடி பிறக்கி அதெல்லாம் பயன்படுத்தி தான் வாலிபர்கள் கெட்டு போனது. ഇപ്പോൾ അവരിലേക്ക് ഡ്രഗ്സ് പരിധിയിലധികമായി. ஆனால் இப்பொழுதுள்ள வாலிபர்கள் போதை பொருள்களுக்கும் மருந்துகளுக்கும் அடிமைகளாய் மாறுகிறார்கள். ഇത് കൊടുക്കുന്ന ഒരു പ്രത്യേക ഗ്രൂപ്പ് തന്നെ ഇന്ന് ടൗൺഷിപ്പിലുണ്ട്. ஆமென். இதை சப்ளை பண்ணுகிற ஒரு குறிப்பிட்ட கூட்டமே கேங்கே அங்கங்கேயா இருந்து கொண்டிருக்கிறது. കഴിഞ്ഞ രാത്രി ഞാൻ യോഗം കഴിഞ്ഞ് മടങ്ങിയപ്പോൾ, கடந்த ராத்திரியில ஒரு கூட்டம் முடித்து திரும்பின போது കേരളത്തിൽ നിന്ന് ഒരു പിതാവ് എന്നെ വിളിച്ചു. கேரளாவிலிருந்து ஒரு தகப்பனார் என்னை அழைத்தார். അവരുടെ മോൻ 21 വയസ്സ്, அவருடைய மகனுக்கு 21 வயது. അവൻ ഇന്ന് ഡ്രഗ് അഡിക്ഷൻ സെന്ററിൽ ചങ്ങലക്കകത്തിട്ടിരിക്കുക. அவனை இன்னைக்கு அந்த போதை மறுவாழ்வு மையத்தில் சங்கிலியினால் கட்டி അവൻ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. அவன் பூனே பிலிம் இன்ஸ்டிடியூட்டுக்கு படிக்க போனான். അവൻ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിൽ നല്ല ഇതെടുത്തു. அவன் ஸ்டில் போட்டோகிராஃபில நல்ல விருது வாங்கினான். ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന, கிறிஸ்தவ குடும்பத்துல பிறந்து வளர்ந்த ഒരപ്പനും അമ്മയ്ക്ക് ഒരേ മോൻ, ஒரு தாய் தகப்பனுக்கு ஒரே மகன். അവൻ ഇപ്പോൾ 2000 രൂപയുടെ കഞ്ചാവ ഡെയിലി അടിക്കുന്നത്. அவன் டெய்லி 2000 ரூபாய்க்கு வரைக்கும் கஞ்சா எடுத்துக்கொள்ளுகிறான். സ്റ്റിൽ ഇപ്പോൾ അവൻ ഉള്ളത് ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ കഞ്ചാവ് നിർത്തതികൊണ്ട് അവൻ അക്രമം കാണിക്കുന്നുണ്ട്. സെല്ലിനകത്തിട്ട് പൂട്ടിയിരിക്കുന്നു. ஆமென். அந்த மறுவாழ்வு மையத்தில் அவனை கட்டுப்படுத்த முடியாதபடினால தனி அறையில சங்கிலியில கட்டி போட்டிருக்கிறார். എന്നോട് പറഞ്ഞു, പാസ്റ്റർ എന്ത് വേണമെങ്കിലും തരാം അവനൊന്ന് രക്ഷപ്പെടാൻ. அவர் என்னிடத்துல சொல்கிறார், பாஸ்டர் என்ன வேண்டுமானாலும் தருகிறேன், இவன் எப்படியாவது காப்பாற்ற ഞാൻ வேண்டும். പറഞ്ഞു, ഞാൻ ഇതൊന്നും ചെയ്യാൻ ആളല്ല. நான் சொன்னேன், நான் இதுக்கான ஆளெல்லாம் கிடையாது. നീ ദൈവത്തോട് നിലവിളിക്കാൻ പറഞ്ഞു. நீ ஆண்டவரை பார்த்து கூக்குரலிட ஆரம்பி. കുഞ്ഞുങ്ങൾ നശിച്ചു പോകുന്ന വഴികൾ നോക്കുക. ஆமென். பிள்ளைகள் நாசமாய் போகிற வழிகளை கவனிங்க. ഇവിടെ ഇരിക്കുന്ന മാതാക്കളോട്, കുഞ്ഞുങ്ങളുടെ അമ്മമാരോട്, இங்க இருக்கிற பிள்ளைகளுடைய தாய்மார்களோடு, ഇന്ന് പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഒരു ഡ്രഗ്സ് ടാബ്ലറ്റ് കിട്ടുന്നുണ്ട്. ஆமென். பெண் பிள்ளைகளுக்கும் போதைக்கான ஒரு மாத்திரை கிடைக்கிறது. ഇടയ്ക്കിടയ്ക്കെങ്കിലും നിങ്ങൾ ഈ പെൺപിള്ളേരുടെ സ്കൂളിൽ പോകുന്നവരുടെ ബാഗ്, ബുക്ക്, ഡയറികളെല്ലാം മാതാക്കൾ ഒന്ന് ചെക്ക് ചെയ്യണം. அடிக்கடியாக பள்ளிக்கூடத்துக்கும் கல்லூரிகளுக்கும் போகிற பிள்ளைகளுடைய புக், பேக் எல்லா காரியங்களையும் நீங்கள் பரிசோதிக்க வேண்டும். காரியங்களை கவனிக்க வேண்டும். സാത്താന്റെ കെണിയിൽ കുഞ്ഞുങ്ങൾ വീഴരുത്. சாத்தானுடைய கட்டுகளுக்குள்ள பிள்ளைகள் விழக்கூடாது. ഒരിക്കൽ കൂടി ക്രിസ്തീയ കുടുംബത്തിൽ വളർന്ന കുഞ്ഞുങ്ങൾ, ஒருமுறை கூட கிறிஸ்தவ குடும்பத்தில் வளர்ந்த பிள்ளைகள், ദൈവസന്നിധിയിൽ സൺഡേ സ്കൂൾ പഠിച്ച കുഞ്ഞുങ്ങൾ, தேவ சமூகத்துல ஆமென் சண்டே ஸ்கூல் படித்த பிள்ளைகள், സഭയിൽ ആരാധിച്ച കുഞ്ഞുങ്ങൾ, சபையில் ஆராதித்த பிள்ளைகள், അന്യ മതക്കാരുമായി നമുക്ക് സ്നേഹമാകാം. ஆமென். அந்நிய மதத்தினரோடு நமக்கு அன்பாய் இருக்கலாம். അവിശ്വാസികളുമായി ഇണയില്ല പിണക്കൂടരുത്. അവിശ്വാസിയോട് ഇണയില്ലാതെ அந்த இணைப்பை ஏற்படுத்தக்கூடாது. നിങ്ങൾ കോളേജിൽ പോയി കഴിഞ്ഞാൽ മറ്റു മതക്കാരുമായിട്ട് മിങ്ക് ചെയ്യാം. ஆமென். நீங்கள் கல்லூரிகளுக்கெல்லாம் போகும்போது எல்லா மதத்தினரோடும் பழகலாம். അവരുടെ നോട്ട്സ് നിങ്ങൾക്ക് എഴുതാം. அவர்களுடைய நோட்ஸ் பார்த்து எழுதலாம். അവരോടൊപ്പം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. அவர்களோடு சேர்ந்து நீங்கள் ஆகாரம் சாப்பிடலாம். അവരോട് നിങ്ങൾക്ക് ടൂർ പോകാം. அவர்களோடு உங்களுக்கு சுற்றுலா போகலாம். പക്ഷേ അവന്റെ ആചാരം നിന്റെ അകത്ത് വരുവാൻ നീ അനുവദിക്കരുത്. നീ യേശുവിന്റെ
രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതൽ. ஆமென். ஆனால் அவனுடைய எந்த நம்பிக்கையும் பழக்க வழக்கமும் உனக்குள்ள வருகிறதற்கு நீ இடம் கொடுக்க கூடாது. நீ இயேசுவின் இரத்தத்தால் மீட்கப்பட்ட பிள்ளை. പലരും ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും നമ്മൾ ആരെങ്കിലും കുറ്റം പറയുമെന്ന്. ஆமென். பலரும் இதை கேட்கும்போது சொல்லுவாங்க நான் மற்றவங்களை குற்றம் சொல்லுகிறோம் என்று. മലയാളത്തിൽ ഞാൻ ഒരു ഉദാഹരണം പറയാറുണ്ട്. மலையாளத்தில் நான் ஒரு உதாரணம் சொல்வதுண்டு. എന്റെ പ്രിയ മക്കളെ, என்னுடைய பிரியமானவர்களே, കന്യാകുമാരി കടലിൽ ചെന്നാൽ, கன்னியாகுமரி கடல்ல போனால் கடல் வெள்ளത്തിന് என்ன பாஸ்டர் நல்ல உப்பு இருக்குது. ஆமென். கடல் தண்ணியில என்ன நல்ல உப்பு தன்மை இருக்கு. കടലിൽ കിടക്കുന്ന മീനെ, கடலில் இருக்கிற மீன்களோ മാർത്താണ്ഡ ചന്തയിൽ നിന്ന് നിങ്ങൾ വീട്ടിൽ മേടിച്ചോണ്ട് വന്ന് അതിനെ നക്കി നോക്കണം. ஆமென். மார்த்தாண்ட சந்தையில போய் மீனை வாங்கி வீட்டுல கொண்டு வந்து நக்கி பார்க்க வேண்டும். അതിന് ഉപ്പുണ്ടോ? அதுக்குள்ள உப்பு இருக்குமோ? ചിന്നമ്മ സിസ്റ്റർ കറി വെക്കുമ്പോ ഉപ്പിട്ടേ പറ്റത്തുള്ളൂ. சின்னമ്മ சகோதரி நீங்க குழம்பு வைக்கும் போது குழம்புல உப்பு போட்டுதான் ஆக வேண்டும். അതുകൊണ്ട് പഠിക്കാൻ പോകുന്നത് നല്ലതാ. ஆகவே படிக்க போகிறதெல்லாம் நல்லது. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് നല്ലതാ. கிளாஸ் அட்டெண்ட் பண்ணுகிறது நல்லது. ലോകമാകുന്ന ഈ കൂട്ടത്തിനകത്ത് കിടക്കുമ്പോൾ ലോകത്തിന്റെ ആചാരം നിന്റെ അകത്ത് വരുവാതിരിക്കുവാൻ നീ ദൈവസന്നിധിയിൽ പക്വതയുള്ളവളായിരിക്കണം. உலகம் ஆகிற இந்த மாயைக்குள்ள நீ கடந்து செல்லும் போது அல்லது இருக்கும்போது அந்த உலக மாயைகள் உன்னில ஒட்டி கொள்ளாதபடி தேவ சமூகத்தில் உண்மையாயிருக்க வேண்டும். കുടുംബഭാര കൂട്ടത്തിൽ ഇരിക്കുന്ന മക്കളെ, ஆமென். குடும்ப ஆசீர்வாத கூடுகையில் இருக்கிற தேவ பிள்ளையே, നിങ്ങളുടെ വീട്ടിൽ ഒരു പെൺകുഞ്ഞ് കാണും. உங்களுடைய வீட்டுல ஒரு பெண் பிள்ளை இருக்கலாம். അവളുടെ വിവാഹത്തിന് വേണ്ടി ഒരു 10-25 ലക്ഷം രൂപ മാറ്റിയിട്ടിരിക്കും. அவளுடைய திருமணத்திற்காய் 10-25 லட்சம் ரூபாய் நீங்கள் சேர்த்து வைத்திருக்கலாம். അവൾ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനുമായിട്ട് കമ്പനി അടിച്ചു പോയാൽ ഈ പണം കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ? ஆமென். உங்களுடைய பிள்ளை யாராவது ஒருவரோடு தவறி போய்விட்டால் இந்த பணத்தை வைத்து ஏதாவது பிரயோஜனம் உண்டோ? അപ്പോൾ മക്കൾക്ക് വേണ്ടിയുള്ള ഡിപ്പോസിറ്റ് ഏറ്റവും വലുത് എന്താ? அப்போ பிள்ளைகளுக்காய் அதிகமாய் சேர்த்து வைக்கக்கூடிய பொக்கிஷம் அப்ப என்னவா இருக்க வேண்டும்? മാർത്താണ്ഡത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണോ? மார்த்தாண்டத்துல ஆமென் கடை கட்டி வாடகை கொடுக்கறதா? വീട്ടിലെ ഇന്നോവയാണോ? வீட்ல நிற்கிற இன்னோவா காரா? ഫെഡറൽ ബാങ്കിൽ ഇട്ടിരിക്കുന്ന 20 ലക്ഷം രൂപയാണോ? அல்லது ഫെഡറൽ ബാങ്കിൽ போட்டிருக்கிற 20 ലക്ഷം രൂപാய் പണം? അതൊന്നുമല്ല. മക്കൾക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഡിപ്പോസിറ്റ് മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാ ഏറ്റവും നല്ല ഡിപ്പോസിറ്റ്. இது ஒன்றுமல்ல. பிள்ளைகளுக்கு நீங்கள் சேர்த்து வைக்கிற பொக்கிஷம் மிகப்பெரிய ஜெபம் மட்டுமே பிள்ளைகளுக்கு சேர்த்து வைக்கிற பொக்கிஷம். അപ്പച്ചാ അമ്മച്ചി നിന്റെ മക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്റെ തലമുറ തകർന്നു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. தாயே தகப்பனே, நீ உன்னுடைய பிள்ளைகளுக்காய் கருத்தாய் ஜெபிக்கும் போது உன்னுடைய பிள்ளைகள் வழி தவறி போக கர்த்தர் அனுமதிக்க மாட்டார். ഇന്ന് പകൽ വചനം മനസ്സിലാക്കണം. இன்னைக்கு பகல்ல தெளிவாய் வசனத்தை புரிந்து கொள்ள வேண்டும். തിരുവചനത്തിൽ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. திருவசனத்துல ஒரு தாய் இருந்தார். ആ ഹന്ന എന്ന അമ്മയുടെ പേര് ഹന്ന. அவளுடைய பெயர் தான் அன்னாள். ഹന്നയുടെ പ്രതിയോഗിയായി വീട്ടിൽ ഒരുത്തിയുണ്ട്, പെനീന. அன்னாளுக்கு சக்களத்தியாய் வீட்டுல ஒருத்தி இருக்கிறாள். அவளுடைய பேர் பெனீனாள். പെനീന എന്താണ് കാര്യം? അവളെ കുത്തിക്കൊണ്ടിരുന്ന മക്കളില്ല. ஆமென். பெனீனாள் அவளை துன்பப்படுத்திக் கொண்டிருந்தாள், பிள்ளை இல்லாததனால். പകൽ വചനം കേൾക്കണം. இன்னைக்கு பகல்ல வசனத்தை கவனிங்க. പ്രിയ ദൈവമക്കളെ, தேவ பிள்ளைகளே, പെനീനയുടെ കുത്ത് കേട്ട് അവൾ ആലയത്തിൽ പോയി കരയാൻ തുടങ്ങി. பெனீனாளுடைய அந்த காயப்படுத்துதலினால் ஆலயத்துல போய் அழ ஆரம்பித்தாள். പാസ്റ്ററെ, ഇവരിടയ്ക്കിടയ്ക്ക് കുത്ത് കിട്ടിയില്ലേ സഹോദരിമാർ ഇറങ്ങത്തില്ല. ஆமென். அநேக சகோதரிகள் இடையிடையே குத்து கிடைக்காம வந்து ஜெபிக்கிறதில்ல. ഇടയ്ക്ക് അയൽക്കാരി ഒന്ന് കുത്തും, ചേട്ടത്തി അനിയത്തി ഒന്ന് കുത്തുന്നുണ്ടാ പള്ളി വന്നിച്ചിരി കരയുന്നത്. பக்கத்துல அக்காவோ தங்கையோ ஏதாவது ஒரு சொந்தக்காரங்களோ இடைக்கிடைக்கு ஒரு குத்து கொடுக்கறதுனால தான் நீங்க ஆலயத்திலே வந்து அழுகிறது. കന്നെ ആലയത്തിൽ കരഞ്ഞപ്പോ സ്വർഗം കേട്ടു. ஆமென். அன்னாள் ஆலயத்தில் அழுதபோது பரலோகம் கேட்டது. സ്വർഗം അവളോട് സംസാരിച്ചു. பரலோகம் அவளோட பேசினது. അതുകൊണ്ടാ ദൈവദാസന്മാർ പറയുന്ന ആലയത്തിലെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ஆகவே தான் தேவ ஊழியக்காரர்கள் சொல்லுகிறது ஆலயத்தில் ஜெபிக்கிற ஜெபத்திற்கு ஒரு விசேஷித்த தன்மை உண்டு. സ്വർഗത്തിലെ ദൈവം പറഞ്ഞത് എന്താ? பரலோகத்தின் தேவன் சொன்னது என்ன? അടുത്ത വർഷം നിനക്കൊന്ന് ഒരു സന്തതിയെ കിട്ടും, ശമൂവേൽ. அடுத்த வருஷம் அவளுக்கு ஒரு பிள்ளை கிடைச்சது, சாமுவேல். കേട്ടില്ലേ കാര്യം? ஆமென். நல்ல கேட்டாரே காரியத்தை. ഇപ്പൊ ശമൂവേലിന്റെ കിടപ്പ് എവിടാന്നറിയാമോ? இப்ப சாமுவேல் படுக்கிறது எங்க தெரியுமா? ഏലി പുരോഹിതന്റെ വീട്ടിനകത്ത് അവൻ കിടക്കുന്നത്. ஏலி ஆசாரியனுடைய வீட்டில் அவன் படுத்திருக்கிறான். ഏലിക്ക് 2 മക്കളുണ്ടായിരുന്നു. ஏலிக்கு 2 பிள்ளைகள் உண்டு, ഹൊഫ്നി ഫിനഹാസും. ஒப்னியும் பினேகாசும். അവന്മാരുടെ ജോലി മൊബൈൽ എടുക്കുക, அவனுடைய வேலையெல்லாம் மொபைல் எடுக்கிறது. അപ്പൻ ചർച്ചയിരുന്ന് പാടിക്കൊണ്ടിരിക്കുക. அப்பா சபையில இருந்து பாடிக்கொண்டிருப்பார். ആലയത്തിൽ കൊണ്ടുവരുന്ന നല്ല മൃഗത്തിന്റെ മാംസം ചുട്ട് തിന്നുക. ஆமென். ஆலயத்துக்கு கொண்டு வருகிற நல்ல மிருகங்களுடைய மாംசத்தை சுட்டு சாப்பிடுகிறது. സ്വത്രാഴ്ച പാത്രം അടിച്ചു മാറ്റുക. ஆமென். காணிக்க பாத்திரத்தை எடுத்துட்டு போறது. പക്ഷേ ശമൂവേൽ ஆனால் சாமுவேல் പ്രാർത്ഥന
പ്രാർത്ഥനയുടെ മറുപടിയാ. ஆமென். அவன் ஜெபத்திற்கு கிடைத்த பதில். രാത്രിയിൽ ശമൂവേൽ കിടന്നുറങ്ങുമ്പോൾ, ராத்திரி சாமுவேல் படுத்து தூங்கும்போது, വചനം ദുർലഭമായിരുന്നപ്പോൾ, வசனம் அபூர்வமாயிருந்தபோது, ശമൂവേലിന്റെ മേൽ സ്വർഗത്തിന്റെ വിളി ഇറങ്ങി വന്നു. சாமுவேலின் மேல பரலோகத்தின் அழைப்பு இறங்கி வந்தது. ഇന്ന് പകൽ ഈ ദൈവസഭയിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ, இன்றைக்கு பகல்ல தேவ சபையில் இருக்கிற தேவ നിന്റെ பிள்ளைகளே, അടുത്ത് കിടക്കുന്ന പുരോഹിതന്റെ മക്കൾ ദുഷ്ട കൂട്ടുകെട്ടിൽ വീണാലും, ஆமென், உனக்கு பக்கத்துல நீ காண்கிற ஊழியக்காரருடைய பிள்ளைகள் துஷ்ட கூட்டுகெட்டில சேர்ந்து போனாலும், നിന്റെ പിൻപിൽ നിന്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ കരമുണ്ടെങ്കിൽ, എത്ര പേർ ഇന്ന് പകൽ വചനം വിശ്വസിക്കുന്നു? നിന്റെ പിൻപിൽ നിന്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ കരമുണ്ടെങ്കിൽ, உனக்கு பின்னால ஜெபிக்கிற ஒரு தாயினுடைய அழுகை உண்டு என்று சொன்னார். ശമൂവേലിനെ വിളിച്ചുണർത്തിയ ദൈവം, சாமுவேலை அழைத்து எழுப்பின தெய்வம், ഗിലെയാദ് സഭയ്ക്കകത്ത് നിന്ന് ചിലതിനെ വിളിച്ചുണർത്താൻ കാലമായി വിശ്വസിക്കുന്നവർക്കായി, ഇന്ന് പകൽ ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഗിലെയാദിற்குள்ளேயும் சிலரை கர்த்தர் அழைக்க காலம் வந்திருக்கிறது. எத்தனை பேர் இந்த வார்த்தையை ஏற்றுக்கொள்கிறீர்கள்? എന്റെ പ്രിയനോ അവൻ തന്റെ മക്കൾക്ക് ഉറക്കത്തിൽ വരെ അനുഗ്രഹം കൊടുക്കുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. நாம் ஆராதிக்கிற நம்முடைய நேசருடைய தன்மை என்ன தெரியுமா? தூங்கி கொண்டிருக்கும் போதும் தமக்கு பிரியமான பிள்ளைகளுக்கு ஆசீர்வாதம் கொடுக்கிறவர். ലോകം മുഴുവൻ ഉറങ്ങിയാല്, വണ്ടികളുടെ ചലനമില്ലെങ്കിൽ, പക്ഷികളുടെ ശബ്ദമില്ലെങ്കിൽ, ആ ഉറക്കപ്പായ്ക്കകത്ത് നിന്റെ തലമുറകളെ അനുഗ്രഹിക്കുക നാം ഉയർത്തുന്ന ദൈവത്തിന് കഴിയും. ഇന്ന് പകല വചന ചില കുടുംബങ്ങളിലേക്ക് ഇറങ്ങട്ടെ. ஆமென். அருமையான தாயாரே, உலகம் முழுவதும் தூங்கி கொண்டிருந்தாலும் உடைய தூக்க படுக்கையில இருந்து கொண்டு உடைய பிள்ளைகளுக்காய் இடுகிற கூக்குரலை கேட்டு கர்த்தர் பிள்ளைகளை ஆசீர்வதிக்க முடியும். പകൽ ആത്മാവിൽ ദൂതേറ്റെടുക്കണം. இன்னைக்கு பகல் ஆவியில செய்தி ஏற்றுக்கொள்ளுங்க. ചിലത് തള്ളി മാറിയാല്, சிலர் தள்ளி மாறினாலும், അവകാശമുള്ളവൻ മാറിയാല്, ஆமென், உரிமை உள்ளவன் மாறினாலும், അവകാശമില്ലാത്ത ശമൂവേലിന്, ஆமென், அந்த உரிமை எதுவும் இல்லாத சாமுவேலுக்கு, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം, ദരിദ്രനെ കുപ്പയിൽ ഇருந்து ഉയർത്തുகிற ദൈവം, എളിയവരുടെ നടുവിൽ രാത്രിയുടെ യാമത്തിൽ മാതാവ് കരഞ്ഞപ്പോൾ ശമൂവേലിന്റെ കിടക്കപ്പായ്ക്കകത്ത് ഒരു ശബ്ദം ഇറങ്ങി വന്നെങ്കിൽ, ഇന്ന് പകൽ കുടുംബ കൂട്ടത്തിൽ ഇരിക്കുന്ന ദൈവമക്കളെ, എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. எளியவர்களை உயர்த்துகிற தேவன் சாமுவேலுடைய படுக்கையில இறங்கி வந்தார் என்று சொன்னால், இந்த குடும்ப ஆசீர்வாத கூடுகையில கூப்பிடுகிற உன்னை ஆசீர்வதிக்க அவர் போதுமானவர். ഇന്ന് പകൽ ഗിലെയാദ് വിശ്വാസ കുടുംബങ്ങളെ, இன்னைக்கு பகல்ல கீலியாத்துல விசுவாச குடும்பங்களே, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഡിപ്പോസിറ്റ് പ്രാർത്ഥന മാത്രമാ. നമ്മുടെ പിള്ളേകൾക്കായി ചേർത്ത് வைக்கிற സമ്പാദ്യം ജപം மட்டுமே. പ്രാർത്ഥിക്കുന്നവന്റെ തലമുറ തകരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ജപിக்கிற தேவ பிள்ளைகளுடைய பிள்ளைகள் நாசமாய் போக கர்த்தர் விட மாட்டார். പ്രാർത്ഥിക്കുന്നവന്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ജപിக்கிற தாயுடைய பிள்ளைகள் நாசமாய் போக നഷ്ടமாக കർത്തർ വിട മാட்டாർ. നിന്റെ കുഞ്ഞുങ്ങൾ ഡ്രഗ്സ് അടിക്കാൻ ദുഷ്ട കൂട്ടുകെട്ടിൽ വിടുവാൻ പരിശുദ്ധാത്മാവ് അവനെ അനുവദിക്കത്തില്ല. അവനെ ബൗണ്ടറി കെട്ടി വേലി കെട്ടി കാക്കുവാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും. ஜெபிக்கிற பெற்றோருடைய பிள்ளைகளை போதைப் பொருளுக்கு வேற ஒன்றில ஈடுபட ஆவியானவர் விட மாட்டார். அவன் போகிற இருக்கிற இடங்களை வேலி கட்டி பாதுகாப்பார். അതുകൊണ്ട് കുടുംബജീവിതത്തിൽ ഒന്നാമത് കൊടുക്കേണ്ടത് പ്രാർത്ഥന. ஆகவே குடும்ப வாழ்க்கையில முதல் கொடுக்க வேண்டிய காரியம் ஜெப ஜீவியம். ആദ്യത്തെ കുടുംബത്തെ ദൈവം ഏദനിൽ മെനഞ്ഞു. முதல் குடும்பத்தை கர்த்தர் ஏதேனில உருவாக்கினார். മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. மனுஷன் தனிமையா இருப்பது நல்லதல்ல. അതുകൊണ്ട് കല്യാണം കഴിക്കണോ? ஆகவே திருமணம் செய்ய வேண்டும். പാസ്റ്റർമാര് കല്യാണം കഴിക്കണ്ടേ? பாஸ்டர்மார் திருமணம் செய்ய வேண்டாமா? കല്യാണം കഴിക്കണം. பாஸ்டர்ஸ் திருமணம் செய்ய வேண்டும். അച്ഛന്മാര് കല്യാണം കഴിക്കണം. ஆமென். எல்லா பாதிரியார்களும் திருமணம் செய்ய അത് வேண்டும். ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. அது தேவ வசனத்துல எழுதப்பட்டிருக்கிறது. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. மனுஷன் தனிமையா இருப்பது நல்லதல்ல. ഒരിക്കൽ ഞാൻ ഒരു വിവാഹത്തിന് പോയി. ஒரு முறை நான் ஒரு திருமணத்துக்கு போனேன். അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു പാസ്റ്റർ സാക്ഷ്യം പറഞ്ഞു, എന്റെ ഈ പുസ്തകം ഞാനൊരു നല്ല പുസ്തകം എഴുതി. ஆமென். அங்க ஒரு பாஸ்டர் சாட்சி சொன்னார், நான் ஒரு நல்ல புத்தகம் எழுதி இருக்கிறேன். നല്ല പുസ്തകം എഴുതിയപ്പോൾ ഇതിന് ഭയങ്കര പബ്ലിസിറ്റി ഒക്കെ കിട്ടി. ஆமென். நல்ல புத்தகம் எழுதின போது அவருக்கு நல்ல பெயரெல்லாம் கிடைத்தது. ഒരു പബ്ലിസിറ്റി കിട്ടിയപ്പോൾ എല്ലാരും അദ്ദേഹത്തോട് ചോദിച്ചു, സാർ ഈ പുസ്തകം എഴുതാൻ നിങ്ങളുടെ പിൻപിൽ പ്രവർത്തിച്ച ഒരു ശക്തി കാണുമല്ലോ. ஆமென். அவர் அந்த புத்தகத்தின் மூலமாய் அவர் ரொம்ப பிரபலமானபடினால் அவரிடத்துல கேட்டாங்க, சார் இந்த புத்தகத்தை நீங்க எழுதும்படி உங்களை பின்னால பின்துணையாய் நின்ற காரணம் என்ன? അദ്ദേഹം പറഞ്ഞു, ഇതിന്റെ പിൻപിൽ എന്റെ കാര്യം എല്ലാം ചെയ്തെടുത്തത് എന്റെ ഭാര്യയാണ്. அவர் சொன்னார், இதற்கு பின்னால் எல்லா காரியங்களுக்கும் ஒத்துழைத்தது என்னுடைய மனைவிதான். എല്ലാരും ചോദിച്ചു, ഇത്ര നല്ല ഭാര്യയോ? எல்லாரும் கேட்டாங்க, அவ்வளவு நல்ல மனைவியோ? ഉടനെ ഇദ്ദേഹം പറഞ്ഞു, உடனே இவர் சொன்னார், 3 മാസം അവൾ എൻ്റെ കൂടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഈ പുസ്തകം എഴുതാൻ കാര്യം 3 மாசம் அவ என் கூட இல்லாம இருந்து ஒரு யாத்திரை போயிருந்தா, அதனால இந்த புத்தகத்தை எழுதி இருக்கிறேன். അതുകൊണ്ട് ஆகவே അങ്ങനെ നിങ്ങൾ ആകരുത്. அப்படி நீங்க ஆக கூடாது. വിവാഹം
വിവാഹം ദൈവത്തിന്റെ ഹിതം. വിവാഹം என்பது கர்த்தருடைய சித்தம். കുടുംബ ജീവിതത്തിൽ വിവാഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആമേൻ. കുടുംബ வாழ்க்கையில் വിവാഹത്തിற்கு மிகப்பெரிய முக்கியத்துவம். തിരുവചനത്തിൽ ഞാൻ നമ്മുടെ സഹോദരിമാർ കൂടുതലായതുകൊണ്ട് രൂത്തിന്റെ പുസ്തകം എടുത്തത്. ആമേൻ. സഹോദരികൾ അധികമായി இருக்கிறபடினால தான் நான் ரூத்தின் புத்தகத்தை எடுத்தேன். ഉൽപ്പത്തി 1-ലും 2-ലേക്കും വരുമ്പോൾ ആദിയാഗമം 1:2 വരുമ്പോൾ മനുഷ്യന്റെ ആയുസ്സിന്റെ ദൈവം 1000 വർഷമാ ഒരു ദിവസം. ആമേൻ. മനുഷ്യനുடைய ആയുസ് ഒരു നാൾ അവർക്ക് 1000 വർഷം. 969 സംവത്സരം കൊണ്ട് ആദ്യത്തെ ശവക്കല്ലർ ആരും 1000 പോയില്ല. ആമേൻ. 969 ആണ്ടിലേயே முதல் கல்லறை வர ஆரம்பித்தது. யாரும் 1000 அடிக்கவில்லை. മെതുസലാവുക്ക് ഉൽപ്പത്തി 6 വരുമ്പോൾ ആമേൻ. ആദിയാഗമം 6 വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം പരലോകത്തിൻ ദേവൻ ഒരു കത്രിക എടുത്തു. ഒരു കച്ചരി എടുത്താർ. ഈ മനുഷ്യന്റെ ആയുസ് കൊടുത്താൽ റെഡി ആകത്തില്ല. ഇவ்வளவு മനുഷ്യனுக்கு ആയുസ് കൊടുത്താ പോതാது. അന്ന് 120 ആക്കി. 120 ആക്കിനാർ. തീർന്നില്ല. അതോടെ മുടിയല്ല. നീതി പ്രസംഗിയായ നോഹയെ ദൈവം തെരഞ്ഞെടുത്തു. നീതി പ്രസംഗിയാകിയ നോവാവെ തെരഞ്ഞു കൊണ്ടാർ. നോഹയുടെ പ്രസംഗം കേട്ടു. നോവാവുടെ പ്രസംഗം കേട്ട് ആരും രക്ഷിക്കപ്പെട്ടില്ല. യാരും രക്ഷിക്കപ്പെടവില്ല. നോഹയുടെ പെട്ടകം സ്നാനത്തിന്റെ മുൻകുറി. ആമേൻ. നോവാവുடைய പേഴை സ്നാനത്തിന്റെ മുൻകുറി. ஞான സ്നാനത്തിற்கு മുന്നടയാളം. നോഹ പെട്ടകത്തിൽ നിന്നിറങ്ങി. നോവ പേഴയിൽ ഇருந்து ഇറങ്ങിനാൻ. നോഹയെ വിട്ടിട്ട് ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുത്തു. നോവാവെ വിട്ട് ആണ്ടവർ ഇപ്പോ ആബ്രഹാമെ തെരഞ്ഞു കൊണ്ടാർ. അബ്രഹാമിന്റെ കൂടെ വിളി കേൾക്കാത്ത ഒരുവനും കേറി. ആബ്രഹാമോട് കൂടെ അழைപ്പില്ലാത്ത ഒരുവനും വந்தான். ആ ലോത്താണ് പിന്നത്തതിൽ. அந்த ലോത്ത് தான் பின்பு. അത് മറ്റൊരവസരത്തിൽ ഒരു കൺവെൻഷൻ വരുമ്പോൾ നോഹയും ലോത്തും എല്ലാം പറഞ്ഞു തരാം. വേറൊരു നാളിൽ ഒരു കൺവെൻഷൻ കൂട്ടത്തിൽ വായ്പ கிடைத்தால் നോവാവയും ലോത്തെയും കുറിച്ച് சொல்லுகிறேன். സായം സന്ധ്യയിൽ 2 ദൂതന്മാർ ലോത്തിന്റെ വീട്ടിലെത്തി. ആമേൻ. സായങ്കാല നേരത്തിൽ 2 ദൂതர்கள் ലോത്തിനുடைய വീട്ടിற்கு வந்தார்கள். കണ്ടില്ലേ? നിങ്ങൾക്ക് കഥയെല്ലാം നല്ലതുപോലെ അറിയാം. உங்களுக்கு அந்த சரித்திரம் நன்றாய் தெரியும். കർത്താവിന്റെ വരവും ഇതുപോലെ തന്നെ. കർത്തരുടെ വരുകയും ഇതേ പോലെ தான். ലോത്ത് പർവ്വതത്തിൽ നിന്ന് പോയി. ലോത്ത് പർവ്വതത്തിൽ നിന്ന് പോയി വിട്ടാൻ. സോവേറിൽ ഇറങ്ങി. സോതോമിൽ നിന്ന് സോവേറിൽ നിന്ന്. ആമേൻ. സോതോമിൽ നിന്ന് സോവേർ എന്ന പട്ടണത്തിൽ. ആമേൻ. സോദോമിലിരുന്ന് സോവേർ എന്ന് சொல்லக்கூடிய പട്ടണத்துக்கு പോனார். അതിനുശേഷം ആ കാര്യങ്ങളുടെ ഗതിവിഗതി ബൈബിളിൽ ഉണ്ടാകുന്നത്. ആമേൻ. அந்த இடத்துல പോன பிறகு தான் காரியத்துடைய கதிகள் எல்லாம் மாற ஆரம்பிச்சது. ഇന്ന് പകൽ നാം വായിച്ചത്, ഇன்றைக்கு പകലിൽ നാം വാസിக்க കേട്ടது, നഹോമി ഒരു കുഞ്ഞിനെ കിട്ടി. ഒരു പിള്ളை கிடைத்தது. രൂത്തിന്റെ സന്തതിയായി ഒബേദ്. ரூத்தினுடைய சந்ததியாய் வந்த ஓபேத். ഇശ്ശായിൽ നിന്ന് ഒരു ഒരു മുള പൊട്ടി പുറപ്പെട്ടു. ഒരു വേർ മുളൈത്തെഴുമ്പും. ഇതിനകത്ത് ഈ പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കാൻ പോകുന്നു. ആമേൻ. ഇതിലിരുന്ന് പ്രസംഗത്തിലേക്ക് നേരായി പോകപ്പോകുന്നു. നിന്റെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന ദൈവം, ഉன்னுடைய കുടുംബ வாழ்க்கையை ஆசீர்வதிக்கிற தேவன், നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഭർത്താവിനെ കൊണ്ടുവരുന്ന ദൈവം, ഉன்னுடைய பிள்ளைகளுக்கு புருஷனை கொண்டு வருகிற தேவன், നിങ്ങളുടെ മക്കൾക്ക് ഭാര്യമാരെ കൊണ്ടുവരുന്ന ദൈവം, ഉன்னுடைய பிள்ளைகளுக்கு மனைவியை ஏற்படுத்துகிற தேவன், നിങ്ങൾക്ക് തലമുറകളെ തരുന്ന ദൈവം, உங்களுக்கு பிள்ளைகளை தருகிற தேவൻ, നിങ്ങളെ കുറ്റം പറഞ്ഞവരുടെ നടുവിൽ നിങ്ങളെ ഉയർത്തുന്ന ദൈവം, உங்களை குறை சொல்லுகிறவர்கள் மத்தியில் உயர்த்துகிற தேவன். 4 അധ്യായമേ ഉള്ളെങ്കിലും 4 அதிகாரமே இருந்தாலும் തിരുവചനത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാ രൂത്തിന്റെ പുസ്തകം. വേദാഗമത്തിലെ സ്ത്രീകൾക്കായി ഉള്ളതിൽ ആശീർവദിക്കപ്പെട്ട പുസ്തകം தான் ரூத்தின் പുസ്തകം. കുടുംബ ജീവിതത്തിലെ എല്ലാ പൊരുളുകളും ഇതിനകത്തുണ്ട്. ഒരു കുടുംബ வாழ்க்கையின் എല്ലാ പൊരുളുകളും അർത്ഥങ്ങളും ഇതിൽക്കുള്ള ഉണ്ട്. സീരിയൽ ആരംഭിക്കുന്നത് പോലെ കുടുംബ കൂട്ടത്തിലേക്ക് വരാം. സീരിയൽ നടക്കുന്നത് പോലെ കഥയോടുകൂടി മുന്നോട്ട് വരാം. ആമേൻ. സീരിയൽ നാടകം നടക്കുന്നത് പോലെ കുടുംബ வாழ்க்கைയിലെ കാര്യങ്ങൾ വരലാം. ന്യായാധിപന്മാർ ന്യായപരിപാലനം നടത്തുന്ന കാലം, ന്യായാധിപതികൾ ആമേൻ ആட்சி നടത്തുന്ന കാലം. ബേത്ലഹേമിൽ നിന്ന് ഒരു കുടുംബം മോവാബിലേക്ക് വരുന്നു. ആമേൻ. ബേത്ലഹേമിൽ ഇരുന്ന് ഒരു കുടുംബം മോവാബ് ദേശത്തേക്ക് പോകുന്നത്. ഞാൻ ഈ മുഴുവൻ കാര്യം പറയുന്നത് ക്ലിയർ ക്ലൈമാക്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ്. நான் இந்த முழு காரியத்தையும் திரும்ப சொல்லுகிறது அந்த முடிவு உங்களுக்கு தெளிவாய் புரிய வேண்டும். பெத்லகேம் என்று சொல்லக்கூடிய ബേത്ലഹേമിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ബേത്തലഹം. ആമേൻ. ബേത്ലഹേമை இரண்டாக பிரிக்க வேண்டும். பெத்தேல் அகம் என்று. ബേത്ലഹം. ബേത്ത് നമ്പർ 1 we will spelled out with ബേത്ത്. the second one we will pronounce ലഹം. ആമേൻ. அந்த பெத்லகேம் என்று சொல்லுகிறதை முதலாவது பெத் and plus லகம் என்று சொல்லி உச்சரிக்க வேண்டும். പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ പഠിக்கிற பிள்ளைகள் கவனமாயிருங்கள். ബേത്തിന് ഹീബ്രു ഭാഷ, അറബി ഭാഷ എല്ലാം പറയുന്ന വീട്. ആമേൻ. ബേത്ത് என்று சொல்லக்கூடிய എബ്രേയ ഭാഷയിലെ അറബി ഭാഷയിലെല്ലാം பார்த்தால் വീട് என்பது അർത്ഥം. ലഹം. ലഹം. അടുത്തത് ലഹം. അടുത്ത ലഹം എന്ന് ചൊല്ല വാർത്ത. ലഹം എന്ന് പറയുന്നത് എപ്പോഴും ശാപ്പാട് കിട്ടുന്ന സ്ഥലം. ലഹം എന്ന് ചൊല്ലുമ്പോൾ എപ്പോഴും ആഹാരം കിടക്കിற ഇടം. അപ്പത്തിന്റെ ഭവനം എന്ന് വിശേഷിപ്പിക്കാം. അപ്പത്തിൻ വീട് എന്ന് ചൊല്ലി அதை சொல்லலாம். അവിടെയും പട്ടിണി വന്നു പാസ്റ്റർ. അங்கேயும் പട്ടിണി വന്നത്. ഒരപ്പൻ
ഒരു தகப்பன் രണ്ട് മക്കൾ, രണ്ട് പിള്ളകൾ, ഭാര്യ, மனைவி 400 കിലോമീറ്റർ പുറകെ സഞ്ചരിച്ചു. 400 കിലോമീറ്റർ പിന്നാലെ യാത്ര ആ ചെയ്താர்கள். സ്ഥലത്തിന്റെ പേര് മോവാബ്. அந்த இடத்தினுடைய பெயர் தான் மோவாப் தேசம். ആ ഈ മോവാബ് എവിടുന്ന് വന്നു? இந்த மோவாப் எங்கிருந்து வந்தது? ശ്രദ്ധയോടെ തിരുവചനത്തിലെ ചരിത്രം സഹിതം. ஆமென். வேத வசனத்தின் சரித்திரத்தை கவனிங்க. ലോത്തിന്റെ മക്കൾ, രണ്ട് പെൺകുഞ്ഞുങ്ങളാ ലോത്ത്. லோத்திற்கு இருந்தது ரெண்டு பெண் பிள்ளைகள். അവർ സോവേറിലെത്തി കഴിഞ്ഞു. அவர்கள் சோவர் தேசத்துல வந்தார்கள். അപ്പനാൽ മക്കൾ ഗർഭം ധരിക്കപ്പെട്ടു. தகப்பனால் பிள்ளைகள் கர்ப்பம் தரிக்கப்பட்டார்கள். ആ രണ്ട് രാഷ്ട്രങ്ങളാ മോവാബ്യർ, അമോന്യർ. அந்த ரெண்டு ராஜ்யங்கள் தான் மோவாபியரும் அமோனியரும். അമോന്യർ അമ്മാൻ ഇന്നത്തെ ജോർദാന്റെ തലസ്ഥാനം. ஆமென். இன்னைக்கு அம்மான் என்று சொல்லக்கூடிய யோர்தானுடைய தலைநகரம். ഇതെല്ലാം ലോത്തിന്റെ കൊച്ചുമക്കൾ. இதெல்லாம் லோத்தினுடைய பேர பிள்ளைகள். മറ്റത് ഈജിപ്തിന്റെ ഒരു ഭാഗം മോവാബ്. மோவாப் எகிப்தினுடைய இன்னொரு பகுதி மோவாப். ഈ അപ്പനും അമ്മയും മക്കളും അവിടത്തേക്ക് വന്നു. இந்த தகப்பனும் தாயும் பிள்ளைகளும் அங்கே வந்தாங்க. അവിടത്തേക്ക് വന്നപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. அங்கே வந்தபோது ஒரு காரியம் சம்பவித்தது. ഈ രണ്ട് കുഞ്ഞുങ്ങൾക്ക് വിവാഹം ലഭിച്ചു. ஆமென். இந்த ரெண்டு பிள்ளைகளுக்கும் திருமணம் நடந்தது. ഒരു കൊച്ചിന്റെ പേര് രൂത്ത്, ஒருத்தினுடைய பேர் ரூத், ഒരു കൊച്ചിന്റെ പേര് ഓർപ്പ. இன்னொருத்தினுடைய பேர் ஓர்பாள். സുന്ദരമായ വിവാഹം. ஆமென். அழகான ஒரு திருமணம். ഇന്ന് വീട്ടിൽ ആരൊക്കെ ഇരിക്കുന്നു? இன்றைக்கு வீட்ல யாரெல்லாம் இருக்கிறது? അമ്മച്ചിയായ നവോമി, ஆமென். தாயாகிய நகோமி, എലിമലേക്ക് എന്ന പിതാവ്, எலிமெலேக் என்ற தகப்பன், രണ്ട് ചെറുപ്പക്കാർ, മഗ്ലോൻ കില്യോൻ, மக்லோன் கிலியோன் என்ற ரெண்டு வாலிபர்கள் വന്ന് രണ്ട് പെൺമക്കളായി രൂത്തും ഓർപ്പയും. அவர்களுடைய மனைவிகளாய் வந்த ரூத்தும் ஓர்பாளும். വീട് നല്ലതുപോലെ നടക്കുന്നു. வீடு நல்ல முறையில் நடக்கிறது. അങ്ങനെ ഇരുന്നപ്പോൾ அப்படி இருக்கும்போது ആദ്യത്തെ മരണം വീട്ടിൽ. முதலாவது மரணம் வீட்டில. ആ പിതാവായ എലിമലേക്ക് മരിച്ചു മാറ്റപ്പെട്ടു. பிதாவாகிய எலிமலேக்கு மரித்து மாற்றப்பட்டார். ഞങ്ങളുടെ കേരള ഭാഷയിൽ പറഞ്ഞാൽ, கேரள பாஷையில சொன்னால், രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല്. ஆமென். வியாதியஸ்தம் விரும்பினதும் வைத்தியன் சொல்லி கொடுத்த மருந்தும் பாலு தான். ഈ പെൺപിള്ളാര് ஆமென். இந்த பெண்கள் കുരിശുമലയിലൊക്കെ പോയിട്ട് പൈസ ഇട്ടിരുന്നതാ. കുരിശുമലയിൽ എല്ലാം പോയി കാണിക്കപ്പെട്ടിരുന്നത്. ഈ അപ്പന്റെ BP നോക്കണം, ഇടക്ക് കൊളസ്ട്രോൾ നോക്കണം, ഷുഗറിന്റെ ഇൻസുലിൻ ഒക്കെ അടിക്കണം. അതുകൊണ്ട് അപ്പച്ചൻ നേരത്തെ പോയി കിട്ടണമെന്ന്. இனி மாமனாருக்கு இடையிட பிபி பார்க்கணும், இன்சுலின் எல்லாம் போட்டு கொடுக்கணும், சீக்கிரம் போய் கிடைத்தால் போதும். ഇവരെല്ലാം കൂടെ ഒരു ടൂർ പോയി. அவங்க எல்லாம் சேர்ந்து ஒரு டூருக்கு போனாங்க. ഊട്ടി കൊടൈക്കനാൽ എല്ലാം കഴിഞ്ഞു. ஊட்டி கொடைக்கானல் எல்லாம் முடித்து ആദ്യത്തെ വാലിബൻ പോയി. அவன் முதலாவது அவன் பெரியவர் போய் விட்டார். മംഗ്ലോൻ. முதலாவது மகன் போனார், மங்களோன். രണ്ടാമത്തവനും പോയി. இரண்டாவது உள்ளவன் இப்ப மரித்து போனான். ഇപ്പൊ ഒരു വീട്ടിൽ എത്ര ശവപ്പെട്ടി? இப்போ ஒரு வீட்ல எத்தனை சவப்பெட்டி? 3. 3. ഞങ്ങളെ പോലുള്ളവരെ പാടുന്ന വീട്ടിലും പ്രാർത്ഥിക്കുന്നവരുടെ വീട്ടിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കിടപ്പാ. ஆமென். நம்மை போலப்பட்டவங்க வீட்ல ஒரு சவப்பெட்டி வந்தாலே அடுத்து ஜெபிக்கிறதே இல்ல, படுக்கைதான். പക്ഷേ അമ്മച്ചി നവോമി, ஆனால் இந்த தாய் நகோமி ബേത്ലഹേമിൽ നിന്ന് പോയപ്പോൾ பெத்லகேமில் இருந்து போன போது ഒരു പ്രമാണം അവരുടെ കയ്യിലുണ്ടായിരുന്നു. ஒரு பிரமாணம் அவளுடைய கையில் இருந்தது. ദൈവത്തിന്റെ ന്യായപ്രമാണം അവരുടെ കയ്യിലുണ്ടായിരുന്നു. தேவனுடைய நியாயப்பிரமாணம் அவளுடைய கையில் இருந்தது. സഹോദര സഹോദരി, എല്ലാം പ്രതികൂലമായാലും, சகோதரனே சகோதரியே, எல்லாம் எதிராய் மாறினாலும், എല്ലാ വഴികളും നിന്റെ മുമ്പിൽ അടഞ്ഞാലും, எல்லா வழிகளும் உனக்கு முன்னால் அடைக்கப்பட்டாலும், നിന്റെ അകത്ത് വചനമുണ്ടെങ്കിൽ, உனக்கு உள்ளே வசனம் இருந்தால், ഇന്ന് പകൽ സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയണം, இன்னைக்கு பகல்ல சேர்ந்து சொல்ல வேண்டும். യഹോവയുടെ ന്യായപ്രമാണത്തെ கர்த்தருடைய நியாயப்பிரமாணத்தை രാപ്പകൽ ധ്യാനിക്കുന്നവൻ, இரவும் பகலும் தியானிக்கிறவர், ആറ്റരികത്ത് നട്ടിരിക്കുന്നതും, அவன் 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 ஆற்றின் அருகே நடப்பட்டிருக்கிறதும், തക്ക സമയത്ത് ഫലം കായ്ക്കുന്നതും, ஏற்ற காலத்தில் கனி கொடுக்கிறதும், ഇല വാടാത്തതുമായ இலை உதிராதிருக்கிறதுமான വൃക്ഷം പോലെ ഇരിക്കും. மரத்தை போல் இருப்பார். നിന്റെ വീട്ടിൽ ശവപ്പെട്ടി വരട്ടെ. உன்னுடைய வீட்ல ஒருவேளை சவப்பெட்டி வரலாம். ഇന്ന് പകൽ നീ ന്യായപ്രമാണത്തിൽ ഉറച്ചാൽ, ஆனால் இன்றைக்கு பகல்ல நீ நியாயப்பிரமாணத்தில் உறுதியாய் ആ நின்றால், വചനം നിന്നെ ക്രിയ ചെയ്താൽ, அந்த வசனம் உன்னுடைய வாழ்க்கையில் கிரியை செய்தால், നിന്റെ വിലാപങ്ങളെ നൃത്തമാക്കുവാൻ உன்னுடைய புலம்பலை ஆனந்த களிப்பாய் ഞാൻ மாற்ற ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ஆராதிக்கிற தேவனால முடியும். ஹalleluya.